ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്ക് അടുത്തുള്ള പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. വലിയൊരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് മെയിൻ റോഡ് ഒരുപക്ഷെ കാണാൻ പറ്റിയേക്കും. ബസ് റൂട്ടാണ്, പള്ളിക്കര പഴന്തോട്ടം ബസ് റൂട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിറയെ വില്ലകളുള്ള ഏരിയ ആണ്. അതിനകത്ത് ഫുള്ളായിട്ട് എല്ലാ പണികളും തീർത്ത് സെയിലിന് റെഡിയായി നിൽക്കുന്ന ഒരു വില്ലയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചാനലിലെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മാർബിൾ ഹോംസിൽ വരുന്ന വീഡിയോകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വീട് എന്നുള്ള മോഹം എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾ വഴി സാക്ഷാത്കരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആയിക്കോട്ടെ. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ 5 മീറ്റർ നല്ല വൈഡ് റോഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മെയിൻ ആ ടാർ റോഡ് കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഈ കാണുന്ന വില്ലകളിലേക്കും ആ ടാർ റോഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. നിറയെ വില്ലകൾ നിങ്ങൾക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാം. അടുത്തടുത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട്. നമ്മുടെ വീട് സെപ്പറേറ്റ് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിന് വളരെ അടുത്താണ്. ഇതിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം ഒന്ന് പറയാം. നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 10 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ വെറും 45 മിനിറ്റ്സ് ട്രാവൽ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. നമുക്ക് അടുത്ത റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനാണ് അടുത്തുള്ളത്. വെറും 30 മിനിറ്റ് സഞ്ചരിച്ചാൽ നമുക്ക് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താവുന്നതാണ്. റോഡ് വളരെ അടുത്താണ്. ഞാൻ പറഞ്ഞ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് മെയിൻ റോഡ് കാണാവുന്നതാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടിന്റെ മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭംഗിയായിട്ട് കോപ്പർ കളറിലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് അതിനകത്ത് സിൽവർ കളറുള്ള ടെക്സ്ചർ വർക്കിന് റൗണ്ട് കൊടുത്തിട്ടാണ് താഴത്തെ പോർഷൻസ് വരുന്നത്. മുകളിൽ വന്നിട്ടാണെങ്കിൽ GA പൈപ്പ് കൊണ്ട് ഭംഗിയുള്ളൊരു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റിൽ ലേസർ കട്ട് ഡിസൈൻ വരുന്നുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്തുമാണ് വെച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എലിവേഷനിലാണ് വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കോപ്പർ കളറിലെ ടെക്സ്ചർ വർക്കും ഒരു സിമെന്റ് ഫിനിഷോട് കൂടി ടെക്സ്ചർ വർക്കുകളൊക്കെ നിങ്ങൾക്ക് മുകളിൽ കാണാം. പില്ലറുകളിലാണെങ്കിലും ഭംഗിയുള്ള വർക്കുകൾ വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു വീടിന്റെ ലാൻഡ് അളവ് ഡീറ്റെയിൽ ഒക്കെ നോക്കുവാണെങ്കിൽ 4,300 സെന്റ് സ്ഥലത്ത് 2,100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സൗകര്യമായിട്ട് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഗേറ്റ് തുറന്ന് നിങ്ങൾ നേരെ വരുന്നത് ഇവിടുത്തെ കവേഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. പില്ലറിന്റെ ഈ ഒരു കാർ പോർച്ചിന്റെ 2 പില്ലറുകൾ നോക്കിയാൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തോടെയൊക്കെ ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ ഒന്നാമത്തെ കാർ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. EV വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ചാർജ് ചെയ്യാനുള്ള പോയിന്റ് ഉണ്ട്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഗ്രാസിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാർ നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. 1ഉം 2ഉം കാറുകൾക്ക് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ പകുതി ഭാഗം വരെ ഇതുപോലെ സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നോക്കിയാൽ ചെറിയ രീതിയിലുള്ള ആ ഒരു മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ബേബി മെറ്റലാണ് ഇവിടെയെല്ലാം കൊടുത്തിരിക്കുന്നത്. വീടിന്റെ 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നടന്ന് വീടിന്റെ നേരെ ബാക്ക് സൈഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് നിങ്ങൾക്ക് വെള്ളത്തിന്റെ സോഴ്സായ കിണർ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല കുടിവെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയെല്ലാം ചുവന്ന മണ്ണാണ്. റെഡ് സാൻഡ് ഉള്ള സ്ഥലങ്ങളിൽ നല്ല വെള്ളം, ചെങ്കലിന്റെ വാട്ടറാണ് നമുക്ക് കിട്ടുന്നത്. നല്ല വലിയ ആഴത്തിലുള്ള കിണറാണ്. അതിന്റെ സൈഡിലൂടെ നമ്മളിപ്പോൾ നടന്നു പോയിട്ട് വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ വീടിന്റെ രണ്ട് ഭാഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇവിടെ കിണർ വെള്ളം കൂടാതെ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് വന്ന് നിൽക്കുന്നത്. ബ്ലാക്ക് കളറിൽ ചെറിയൊരു ബ്ലൂയിഷ് ഡിസൈൻ വരുന്ന ഷെയ്ഡാണ് ഗ്രാനൈറ്റിന് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ചെയറുകൾ വരെ ഇടാവുന്ന സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ് മരത്തിന്റെ വർക്കുകളൊക്കെ നോക്കിയാൽ ആഞ്ഞിലിയിലെ പ്ലാവിലൊക്കെ ആയിട്ട് നല്ല ഇനം മരങ്ങളിൽ മാത്രമാണ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നോക്കിയാലും ചെറിയ രീതിയിലുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് അവിടെ വരുന്നത്. മെയിൻ ഡോർ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ 2 പീസിലാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ കാണുന്ന വീട് ഞാൻ പറഞ്ഞു 4,300 സെന്റ്, അത്യാവശ്യം നല്ല ലാൻഡ് അളവിലാണ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് 2,100 വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ വരുമ്പോൾ നമുക്ക് ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ മെയിൻ ഡോറിനടുത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് വേറെ 3 വിൻഡോസുമാണ് കിട്ടുന്നത്. ഭംഗിയായിട്ട് മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ്. അതിന് പുറത്തെല്ലാം തന്നെ നല്ല ലാമിനേഷൻ വർക്കൊക്കെ ചെയ്ത് ഭംഗിയായിട്ടും സിമ്പിൾ ആയ രീതിയിലുമാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ കാണുന്ന പോർഷനിൽ ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ ഡോറുകൾ കൊടുത്ത് കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ടാണ് താഴത്തെ ആ ഒരു പോർഷനെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം ചെറിയ രീതിയിലുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലിവിംഗ് സ്പേസിലൊക്കെ ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ നോർമലി ഡൈനിങ്ങിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഒരു ബെഡ്റൂം വന്നിട്ട് ലിവിംഗ് സ്പേസിനടുത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ വേറെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു പൊടിക്ക് താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ കുറച്ച് ഡെപ്തിലായിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള നല്ല ഗ്ലോസി ടൈപ്പ് ടൈലാണ് വോളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബാത്റൂമിലേക്ക് വന്ന വഴിക്ക് തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതുപോലൊരു അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഓൾറെഡി വാർഡ്രോബിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൂടി നമുക്കൊരു മിററും അതുപോലെ തന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വിസിബിൾ ആണ്. സ്റ്റെയർ കേസ് നോക്കുവാണെങ്കിൽ കാണാം നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട സെയിം ബ്ലാക്ക് ആൻഡ് ബ്ലൂയിഷ് ഷെയ്ഡ് വരുന്ന ഒരു ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളുടെ എല്ലാം ഹാൻഡിൽസ് നോക്കിയാൽ കാണാം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് വളരെ സേഫ് ആയിട്ട് മുകൾ വശം വരെ കവർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് ഡൈനിങ്ങിനായിട്ട് കിട്ടുന്ന സ്പേസ് ഇതാണ്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് 3 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. കംഫർട്ട് ആയിട്ട് നോക്കുവാണെങ്കിൽ 6 പേർക്കാണ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ഇരിക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. മൾട്ടി വുഡ് കൊണ്ട് ഗ്രേ കളറിൽ വെന്റിലേഷൻ ഒക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ നമ്മളുടെ ഒരു സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനും ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനും ഒക്കെ ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിൽക്കുമ്പോൾ മുകൾ ഭാഗം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ റൂഫിലൊക്കെ ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ നമുക്കിനി വാഷ് ഏരിയയാണ് കാണേണ്ടത്. ഈ ഭാഗത്താണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു പീസ് വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. വൈറ്റ് കളറിൽ ജെറയുടെയാണ് യൂണിറ്റ് വെച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് മിറർ ഫെസിലിറ്റിയും കൂടി കിട്ടുന്നുണ്ട്. വാഷ് ബേസിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇതും ചെയ്തിരിക്കുന്നത്. 13-11 ഫീറ്റ് ആണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു വോളില് 2 സിംഗിൾ വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിലെ പോലെ സെയിം കളർ കോമ്പിനേഷനിലും മെറ്റീരിയലിലും ഉള്ളൊരു വാർഡ്രോബാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും വലിയ ബൾബുകളും ഒക്കെ മാത്രമാണ്, ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതും കുറച്ച് താഴേക്ക് ഡെപ്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ വൈറ്റും ബ്രൗണും കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ട രണ്ട് ബാത്റൂമുകളും നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ ഹാഫ് ഗ്ലാസിലും ഹാഫ് വുഡിലുമാണ് ചെയ്തിരിക്കുന്നത്. ഒരു 3 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കിച്ചണിൽ നമുക്ക് കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ വുഡൻ കളറുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ട് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഒരു ടോപ്പ് സ്ലാബ് വന്നിട്ടാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെയാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. ഈ വാർഡ്രോബുകൾ കൂടാതെ നമുക്ക് കിച്ചണിൽ വേറെ ക്യാബിനറ്റ്സ് കൂടെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലൂടെ കിട്ടുന്നുണ്ട്. സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല, നേരെ പുറത്തേക്കാണ്. ജസ്റ്റ് ആ ഒരു ഓപ്പൺ സ്പേസ് ആണ്. നമുക്ക് അവിടെ വർക്ക് ചെയ്തെടുക്കാനുള്ള സ്പേസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് കയറി വന്ന വഴികൾ നോക്കിയാൽ കാണാം, നിറയെ LED സ്ട്രിപ്പുകളാണ് ഫുഡ് ലാംപ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. നമുക്ക് നോക്കിയാൽ കാണാം, ആ ഒരു സൈഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറി വന്ന് കഴിയുമ്പോൾ ഈ ഒരു ഓർഡറിൽ ഇവിടുത്തെ ആദ്യത്തെ റൂമുകൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപോകാം. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു, മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഈ ഭാഗത്തു നിന്നാണ് ഞാൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വന്നത്. ഇവിടുത്തെ ആദ്യത്തെ റൂം വന്നിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ. മുകൾ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ ഫ്ലോർ ഒരു സിമന്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. അതുകൂടാതെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്, പൈപ്പ് ഫിറ്റിംഗ്സും വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ നമ്മൾ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂം ആണ് ഇനി കാണാൻ പോകുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും സെയിം സൈസ് ആണ്. 13-11 ഫീറ്റിലാണ് എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ നല്ല സ്പേഷ്യസ് ആയിട്ട് കിട്ടുന്ന വീടുകൾ വളരെ കുറവാണ്. എല്ലായിടത്തും ഒരു ബെഡ്റൂമുകളും ചെറുതായിരിക്കും. നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളെല്ലാം സെയിം കളർ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിന്റെ മിഡിൽ പോർഷനിൽ കുറച്ച് പ്രൊജക്ഷൻ വന്നിട്ട് സിമ്പിൾ വർക്കും അതിനകത്ത് വലിയ LED ബൾബുകളുടെ ലൈറ്റുകൾ വർക്കുകളും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീനിഷ് കളറുള്ള ടൈലാണ് ഇവിടെ മിക്സഡ് കോമ്പിനേഷനിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് വരുന്നത്. നമുക്ക് വളരെ വലിയൊരു ഹാള് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. നമുക്ക് ഈ ഒരു വോളിലായിട്ടാണ് TV വെക്കാനായിട്ടുള്ള പവർ പ്ലഗ്, കാര്യങ്ങൾ, കേബിൾ വലിക്കാനുള്ള ലൈൻ എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ TV വെക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് ഏരിയ കിട്ടുന്നുണ്ട്. സോഫ സെറ്റീസ് ഒക്കെ ഇടാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ കയറി വന്നപ്പോൾ നമ്മൾ അവിടെ 3 വിൻഡോസ് കണ്ടു. ബാക്കി ഈ ഒരു ഹാളിലേക്കുള്ള എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കുന്നത് ടോട്ടൽ 6 വിൻഡോസ് കൊടുത്തിട്ടാണ്. 3 ഈ സൈഡിലും ബാക്കിയുള്ള 3 ഈ സൈഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു മുകൾ ഭാഗത്തുള്ള റൂഫ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ കാണാം, സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും മാത്രമുള്ള വർക്കുകളാണ് റൂഫിൽ യൂസ് ചെയ്തിരിക്കുന്നത്. LED ബൾബുകളുടെ അതിപ്രസരമൊന്നും ഇല്ലാതെ ആവശ്യത്തിന് മാത്രമുള്ള ഏരിയകളിൽ LED സ്ട്രിപ്പുകൾ ഇട്ടിട്ട് കുറച്ച് വർക്കുകൾ മാത്രമാണ് റൂഫിൽ വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഇതും സെയിം സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 13-11 തന്നെയാണ് ഇതിന്റെ അളവ് വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. സെയിം മോഡലും സെയിം പാറ്റേണും തന്നെയാണ്. ഡ്രസ്സിംഗ് ടേബിളും കൂടി ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ ചെറിയൊരു ബോർഡർ ലൈൻ കൊടുത്തിട്ട് ചെറിയ LED ബൾബുകളും വലിയ LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഏരിയയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മിററും അതിന് താഴെ കബോർഡുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ മോഡൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകൾ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടു. വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ കാണുന്ന ഡോർ തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് മുകളിലേക്കും വരുന്നത്. ടെക്സ്ചർ വർക്കാണ് അതിലും കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ബാൽക്കണിക്കായിട്ട് കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ചെറിയ രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വന്നിട്ട് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ വില്ലകൾ കാണാൻ പറ്റുന്നുണ്ട്. വളരെ വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഒരു പാർട്ടായിട്ടാണ് ഈ കാണുന്ന വീടും വരുന്നത്. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. തൊട്ടടുത്തൊക്കെ നമുക്ക് ഒരുപാട് നൈബേഴ്സിന് കിട്ടുന്ന ഏരിയ കൂടിയാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ്. എങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് നേരെ നടന്ന് 2-3 ഫീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്ക് എത്താവുന്നതാണ്. സ്ഥലത്തിന്റെ പേര് എക്സാക്ട് ആയിട്ട് പഴന്തോട്ടം എന്നാണ് പറയുന്നത്. ഇൻഫോ പാർക്കിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് എത്താം. വെറും 10 കിലോമീറ്റർ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഡീറ്റെയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ 4,300 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2,100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. 4.3 സെന്റ് ലാൻഡിൽ 2,100 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു വീട്ടിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല ശുദ്ധമായ കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 82 ലക്ഷം രൂപയാണ്. 82 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ച് ചെറുതായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഈ വീടുകൾ സ്വന്തമാക്കാനുള്ള അവസരം മാർബിൾ ഹോംസിലൂടെ മാത്രമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഈ കാണുന്ന വീടുകളൊക്കെ നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിക്കുന്നതാണ്. മാർബിൾ ഹോംസിനോടൊപ്പം വളരെ കംഫർട്ടായ ഒരു ജേർണി ആയിരിക്കും വീടുകൾ കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുക. വീടിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.